പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ക്രിസ്തുമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുക, ആമേൻ. സ്നേഹമേ, സൗജന്യദാനമാ നിന്നെ ത്യജിച്ചു ഞാൻ ദൂരയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലയാക്കി. സ്വർഗീയ സ്നേഹമേ, സൗജന്യദാനമാ നിന്നെ ത്യജിച്ചു ഞാൻ ദൂരയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലയാക്കി. ബന്ധങ്ങളെല്ലാം തകർന്നോരൻ ജീവിതം അന്ധകാരത്തിൽ ഇകഴ്ന്നുപോയി. ബന്ധങ്ങളെല്ലാം തകർന്നോരൻ ജീവിതം അന്ധകാരത്തിൽ ഇകഴ്ന്നുപോയി. മോചനം നൽകുവാൻ ആരുണ്ടു ഭൂവിതിൽ? കേഴുന്നു നാഥ, രക്ഷയേകണേ. മോചനം നൽകുവാൻ ആരുണ്ടു ഭൂവിതിൽ? കേഴുന്നു നാഥ, രക്ഷയേകണേ. സ്വർഗീയ സ്നേഹമേ, സൗജന്യദാനമാ നിന്നെ ത്യജിച്ചു ഞാൻ ദൂരയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലയാക്കി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അധ്യായം 2, വാക്യങ്ങൾ 15 മുതൽ 17 വരെ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാരുണ്യവാനായ ദൈവമേ, ഈ മിസ്സിയോ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുവാനായി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ഛായയിൽ സൃഷ്ടിച്ച് അങ്ങേക്ക് ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപാവസ്ഥയാണ് ഞങ്ങളെ അങ്ങയിൽ നിന്നും അകറ്റുന്നത്. ആദി മാതാപിതാക്കൾ ചെയ്ത പാപം നിമിത്തം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ദൈവിക ജീവൻ ഞങ്ങൾക്ക് നഷ്ടമായി. എങ്കിലും അവിടുന്ന് ഞങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ അനുവദിക്കുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. സ്നേഹം മാത്രമായ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാനായി എത്രയോ അധികമായി പരിശ്രമിക്കുന്നു. എങ്കിലും
ഞങ്ങൾ പലപ്പോഴും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് ആഴ്ന്നു പോകുന്നു. നാഥ, ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തേണമേ. പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഈ മിസ്സിയോ കൂട്ടായ്മയെ അങ്ങേ കൈകളിൽ സമർപ്പിക്കുന്നു. ഇതിന്റെ വിജയത്തിനായി അഹോരാത്രം പരിശ്രമിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഇതാ അവിടുത്തെ പാദാന്തികത്തിൽ സമർപ്പിക്കുന്നു. അവരെ ഓരോരുത്തരെയും ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ഇനിയും അവിടുത്തെ സ്നേഹം അറിയാത്തവരിലേക്ക് അങ്ങയെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കപ്പെടട്ടെ. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും മുക്തരായ ഒരു പുതിയ ലോകം വാർത്തെടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മിസ്സിയോയുടെ എല്ലാ ശുശ്രൂഷ മേഖലയെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്താൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, യേശയ്യ 59:2 വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. മനോഹരമായ ഈ സായാഹ്നത്തിൽ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച സാബു അങ്കിളിനും കുടുംബത്തിനും ഭക്തിസാന്ദ്രമായ ഗാനത്തിലൂടെ പാപാവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം നൽകിയ മറിയാമ്മ ആന്റിക്കും തീക്ഷ്ണതയേറിയ പ്രാർത്ഥനയിലൂടെ നമ്മെ നയിച്ച സെബി ആന്റിക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവപിതാവിനാൽ തന്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെ, സഭയുടെ ഏകദൗത്യമായ സുവിശേഷവൽക്കരണത്തിനായി ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായി രൂപമെടുത്ത മിസ്സിയോ 19ാമത്തെ ബാച്ചിന്റെ പാപാവസ്ഥ എന്ന നിത്യസത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള 2ാമത്തെ സെഷനിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ഈ അനുഗ്രഹീത വേളയിലേക്ക് നാം ഓരോരുത്തരും ഏറെ സ്നേഹത്തോടെ പ്രവേശിക്കുകയാണ്. ആദ്യമായി ആശീർവാദങ്ങളാലും അനുഗ്രഹങ്ങളാലും സമന്നമാക്കുന്നതിനായി നമ്മുടെ അഭിവന്ദ്യ പിതാവും ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി മാത്യു അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോ കൂട്ടായ്മയുടെ എല്ലാമായ ആലീസ് കുട്ടി ആന്റിയെയും ഒപ്പം ടോമച്ചൻ അങ്കിളിനെയും ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നിറഞ്ഞ ഹൃദയത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ അതിവിശിഷ്ടമായ സ്നേഹത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ദൈവം തന്റെ സ്നേഹം നമ്മിലേക്ക് യാതൊരു അളവുകളും കൂടാതെ ചൊരിയുന്നു. ഈ സ്നേഹം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് എന്നതിനുള്ള ഉത്തരമാണ് ഈ സെഷൻ. രംഗമേശൻ നടത്തുന്നതിനായി ജോയ്സി ആന്റിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ പാപാവസ്ഥയാണ്. ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ പറുദീസയിലാക്കി.
ആദി മാതാപിതാക്കളായ ആദത്തിനും ഹവ്വായ്ക്കും സർവ സ്വാതന്ത്ര്യവും സർവ സൃഷ്ടിജാലകളുടെയും മേൽ സർവ ആധിപത്യവും കൊടുത്ത് ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ ശത്രുവാകുന്ന സാത്താന്റെ ദൈവത്തെ പോലെയാകാം എന്ന പ്രലോഭനത്തിൽ വീണ് ദൈവിക ജീവനും അധികാരങ്ങളും സർവ സൗഭാഗ്യങ്ങളും അവർ നഷ്ടമാക്കി. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമുക്ക് മനുഷ്യന്റെ അധപതനം കാണുവാനായിട്ട് സാധിക്കും. എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് ഹവ്വായെ സൃഷ്ടിച്ച സമയത്ത് ആദം ഹവ്വായെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ നീ തിന്നരുത് എന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ എന്ന് ആദത്തിനോട് ദൈവം ചോദിച്ച സമയത്ത് ആദം ഇപ്രകാരം മറുപടി പറയുന്നുണ്ട്: നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് ആ മരത്തിന്റെ പഴം തന്നു, ഞാനത് ഭക്ഷിച്ചു. ആ ഒരു നിമിഷം ആദത്തിന് ഹവ്വ ആരുമല്ലാതായി തീർന്നു. ആദം ഹവ്വയുടെ മേലും ഹവ്വ സാത്താന്റെ മേലും പഴിചാരുകയായിരുന്നു. അങ്ങനെ മനോഹരമായ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു, ദൈവ സ്നേഹാനുഭവം നഷ്ടമാക്കി. ഇതാണ് മനുഷ്യന്റെ പാപാവസ്ഥ. സാത്താൻ സംശയത്തിന്റെ വിത്ത് മനുഷ്യനിൽ പാകി. ഉള്ളത് ഇല്ല എന്ന് തോന്നിപ്പിക്കുകയും ഇല്ലാത്തത് ഉണ്ട് എന്ന് അവനെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. സംശയം വളർന്ന് പ്രവൃത്തിയിലേക്ക് മാറുന്നു. അങ്ങനെ നാം സാത്താന്റെ അടിമകളായി തീരുന്നു. സാത്താന്റെ പ്രലോഭനത്തിൽ വീണ് പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിലേക്ക് മല്ലിടാനായിട്ട് ദൈവം പറഞ്ഞയച്ചു. 2 പത്രോസ് 2:19 ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിന്റെ അടിമകളാണ്. കാരണം ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. ഏതെങ്കിലും കാരണങ്ങളാൽ നമ്മളും തോൽപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാമും പലതിന്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ കൂടാതെ ദൈവസമക്ഷം ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ചു. ആ ആദ്യ പാപത്തിനു ശേഷം ലോകം മുഴുവൻ പാപത്തിന്റെ പിടിയിലമർന്നു. അതിന്റെ തുടർച്ചയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നാം പ്രവർത്തിക്കാതെ തന്നെ ആദ്യ മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ ആ പാപം നമ്മളിലുള്ളതിനാൽ പാപം ചെയ്യാതെ തന്നെ നമ്മളും പാപികളായി തീർന്നു. പാപം ചെയ്യാനുള്ള പ്രവണത നമ്മളുമുണ്ട്. സാത്താൻ പാകിയ വിത്ത് ഇന്നും നമ്മളിലൂടെ മുളച്ചു പൊന്തുന്നുണ്ട്. ആത്മാവിന്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിന് മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ട് സകല ബന്ധങ്ങളിലും വിള്ളലുകൾ ഉണ്ടായി. സാത്താന്റെ അടിമകളായി നാം മാറുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ രൂപം കൊള്ളുന്നു. പരസ്പരം വിദ്വേഷം, വിട്ടുവീഴ്ച മനോഭാവമില്ലായ്മ, അഹങ്കാരം, അഹംഭാവം, ദേഷ്യം, പല വിധത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ, ദേഷ്യം, അങ്ങനെ പലതിൻ്റെയും അടിമകളാണ് നാം ഓരോരുത്തരും ഇന്ന്. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റി. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ഏശയ്യാ 59:2. നമ്മുടെ പാപാവസ്ഥ നമുക്ക് ദൈവവുമായുള്ള ബന്ധവും നമുക്ക് നമ്മോടുള്ള ബന്ധവും പ്രപഞ്ചത്തോടുള്ള ബന്ധവും എല്ലാം നമ്മളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവവുമായുള്ള സകല ബന്ധവും നമ്മിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ പാപാവസ്ഥയാണ് അതിന് കാരണം. നാശത്തിന്റെ പടുകുഴിയിലേക്ക് നാം വീണു പോകുന്നു. ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് നമ്മൾ വീണു പോകുമ്പോൾ ഒറ്റയ്ക്ക് അതിൽ നിന്ന് കയറി വരാനായിട്ട് നമുക്ക് ആർക്കും തന്നെ സാധിക്കില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കണം. അതുപോലെയാണ്
ആദ്യ മാതാപിതാക്കളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള പാപവും. നമ്മൾ പാപത്തിന്റെ പടുകുഴിയിൽ വീണു പോയിട്ടുണ്ട്. അത് തന്നെയാണ് സങ്കീർത്തകന്റെ വിലാപത്തിലൂടെ നമ്മൾ കേൾക്കുന്നതും. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. നമ്മളൊക്കെ ജനിക്കുന്നത് പാപത്തോടെയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുമ്പോഴേ നമ്മളെല്ലാവരും പാപികളാണ്. പാപികളായ നമുക്ക് പാപം ചെയ്യാനുള്ള പ്രവണതയും കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്ന് നമ്മൾ വിലപിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ പാപികളാണ്. പാപം ചെയ്യാനുള്ള പ്രവണത നമ്മൾ ജനിക്കുമ്പോഴേ കൂടെയുണ്ട്. നിസ്സഹായരാണ് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. രക്ഷപ്പെടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും രക്ഷപ്പെടണമെന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും നമുക്കതിന് സാധിക്കുന്നില്ല. കാരണം പാപച്ചേറ്റിൽ വീണു കിടക്കുകയാണ്. യോഹന്നാൻ 1 5:19 ഇപ്രകാരം പറയുന്നു: നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. കാരണം പ്രത്യാശ നഷ്ടപ്പെട്ട് പാപത്തിന്റെ അടിമയായി മാറിയ മനുഷ്യൻ നിസ്സഹായനാണ്. അവന് സ്വയം ഈ പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. പ്രത്യാശ നഷ്ടപ്പെട്ടു നമുക്ക്. ഒരു മനുഷ്യൻ മൂലം ലോകം മുഴുവൻ പാപത്തിന്റെ പിടിയിലായി. തന്മൂലം ലോകത്തിൽ മരണവും ഉണ്ടായി. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. നമ്മളൊക്കെ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് നമുക്ക് സാധിക്കാറില്ല. കാരണം നമ്മളിലുള്ള പാപാവസ്ഥയാണ്. നമ്മള് മറ്റുള്ളവർക്ക് നല്ലതാണെന്ന് കരുതി ചെയ്യുന്നത് പലപ്പോഴുമൊക്കെ തിന്മയായിട്ട് ഭവിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മദ്യപാനിയായിരിക്കുന്ന വ്യക്തിക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അതിന് ആ വ്യക്തിക്ക് സാധിക്കാറില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നന്മയായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് അവർക്ക് വേദനയോ മുറിവുകളോ ഉണ്ടാക്കുന്ന പ്രവൃത്തിയായിട്ട് മാറാറുണ്ട്. ചിലപ്പോ അത് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളിലോ നമ്മുടെ പ്രവൃത്തികളിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ ബന്ധുമിത്രാദികളുടെ ഇടയിലോ ഒക്കെ അത് വേദന ഉളവാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ ഉളവാക്കുന്ന പ്രവൃത്തികളൊക്കെ ആയിട്ട് അത് മാറാറായി ഉണ്ട്. നമ്മളിലുള്ള പാപം മൂലമാണ് അത് ഉണ്ടായി പോകുന്നത്. നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ലാതെ, പക്ഷെ അറിയാതെ അവർക്കത് വേദനയായി പോവാറുണ്ട്. പക്ഷെ ഇത് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ്. നമുക്കിതിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഈ നിസ്സഹായ അവസ്ഥയാണ് പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നത്: ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനനായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ആദ്യ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന ഈ അടിമത്തത്തിലാണ് നാം ഇപ്പോഴും. രക്ഷപ്പെടാൻ നാം ശ്രമിക്കാറുണ്ടെങ്കിലും നമുക്കതിന് സാധിക്കാറില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലും നാം പലപ്പോഴും പലതിൻ്റെയും അടിമകളാണ്. പലപ്പോഴും നാം പണത്തിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സെക്സിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വെറുപ്പിന്റെയും മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ പിറകെയാണ്. നമുക്കിതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നും ഒളിച്ചോടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കാറില്ല. പ്രിയ സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ടെങ്കിലും രക്ഷപ്പെടാൻ, നമ്മുടെ ഈ പാപാവസ്ഥ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മൾ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യണമെന്ന് നാം ആഗ്രഹിച്ചാലും നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മയുടെ സാഹചര്യങ്ങള് അതിന് മുളച്ചു പൊന്താനായിട്ട് ഒരു സാഹചര്യം കിട്ടുമ്പോൾ അത് മുളച്ചു പൊന്തുക തന്നെ ചെയ്യും. ഈ പാപാവസ്ഥയിൽ നിന്നും സ്വയം രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഈ ആഴ്ചയിൽ ഈ പാപാവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട്, കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തെ എല്ലാത്തിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും തുടച്ചു മാറ്റാനായിട്ടും എല്ലാം പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ത്രിയേക ദൈവത്തിന്
നന്ദി. പാപാവസ്ഥ എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്തുന്നതെന്ന് ഹൃദയസ്പർശിയായി വിശുദ്ധ ബൈബിളിനെ അധിഷ്ഠിതമാക്കി ജീവിതാനുഭവത്തിലൂടെ വ്യക്തമാക്കി തന്ന ജോയ്സി ആന്റിക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അടുത്തതായി ടെസ്റ്റിമണി ഷെയറിംഗ് നടത്തുന്നതിനായി സ്മിത ആന്റിയെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജോനാഥൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്മിത മോൻസി. ഞാൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ എന്ന സ്ഥലത്ത് നിന്നാണ്. എനിക്ക് 4 മക്കള്, ഹസ്ബൻഡായിട്ട് ഞാൻ ഇവിടെ സെറ്റിൽഡ് ആണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ദൈവം ഉണ്ടോ എന്നൊക്കെ ഞാൻ സംശയിക്കുകയും ചെയ്തൊരവസ്ഥയിൽ നിന്നും ദൈവം എങ്ങനെയാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഞാൻ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സൈക്കോളജി പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രൊഫസർ തന്നെയാണ് ഞങ്ങൾ ക്ലിനിക്കൽ റൊട്ടേഷനും പോകുന്നത്. ഞങ്ങൾ അവിടെ പോകുമ്പോൾ പുള്ളി ഒരു വളരെ അറിയപ്പെടുന്ന ഒരു എത്തിയസ്റ്റ് ആണ്. അപ്പൊ പക്ഷെ എൻ്റെ കൂടെയുള്ള ഒരു പെൺകുട്ടി, അവള് ഹിന്ദു ആണെങ്കിലും അവള് ഈശോയെ അറിഞ്ഞ് അവളൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ആളാണ്. ബൈബിളിനോട് ഞങ്ങളെക്കാട്ടിലൊക്കെ അവൾക്ക് നല്ല ജ്ഞാനമുണ്ട്. അപ്പോൾ എപ്പോഴും ക്ലിനിക്കൽ റൊട്ടേഷന്റെ സമയങ്ങളിൽ സാറുമായിട്ട് എപ്പോഴും ഒരു തർക്കത്തിൽ ഏർപ്പെടാറുണ്ട്. ദൈവം ഉണ്ടോ എന്ന് അവള് പറയാൻ ശ്രമിക്കും, ഇല്ല എന്ന് സാറും പറയാൻ ശ്രമിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ടാകാറുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഒരു ദിവസം സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് വീണപ്പോൾ ഈ ദൈവം എന്തെടുക്കുകയായിരുന്നു? അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കുമായിരുന്നു. അവിടെ നീതിമാന്മാരായ മനുഷ്യരും ഉണ്ടായിരുന്നു, കുറച്ച് പാപം ചെയ്തവരും ഇച്ചിരി പാപം ചെയ്തവരും ഒത്തിരി പാപം ചെയ്തവരും, അങ്ങനെ പല അവസ്ഥയിലുള്ള മനുഷ്യർ. പക്ഷെ നീതിമാന്മാരായ മനുഷ്യരെങ്കിലും ദൈവത്തിന് രക്ഷിക്കാമായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് അവളോടാണെങ്കിലും തറഞ്ഞത് എന്റെ ഹൃദയത്തിലായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പലതവണ എന്റെ ഹൃദയത്തിൽ ആവർത്തിക്കപ്പെട്ടു. അത് ശരിയാണല്ലോ എന്നൊരു ചിന്ത എനിക്കും വന്നു. അങ്ങനെ എന്റെ ജീവിതത്തിൽ എന്റെ മമ്മി കുറിച്ച് നല്ല മരിച്ചുപോയതാണ്. അപ്പൊ ആ സമയങ്ങളിൽ മമ്മിക്ക് അസുഖമൊക്കെ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയൊക്കെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം കേൾക്കുമായിരുന്നു ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു തുടങ്ങി. അങ്ങനെ എന്റെ മനസ്സിലും പതുക്കെ ദൈവം ഉണ്ടോ എന്നൊരു ചിന്തയിലേക്ക് ഞാൻ പതുക്കെ വീഴാൻ തുടങ്ങി. എന്നാൽ ഞാൻ അതുവരെ വിശ്വാസത്തിൽ വളർന്ന ഒരാളായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ദൈവം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് എൻ്റെ മനസ്സിൽ കിടന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു, ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരു ചാൻസ് കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരു ധ്യാനം കൂടാനായിട്ട് തീരുമാനിച്ചു. ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞ് ഡിവൈനിൽ ഒരു ധ്യാനം ബുക്ക് ചെയ്ത് അവിടെ നായ്ക്കമ്പറമ്പിൽ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെയാണ് ഞാൻ ധ്യാനം ബുക്ക് ചെയ്യുന്നത്. കാരണം അച്ഛനിലൂടെ എന്തെങ്കിലും മെസ്സേജ് എനിക്ക് ദൈവം തരുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നാലും എന്നെ അവിടെ ധ്യാനത്തിന് ചെന്നപ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കിയത് നേഴ്സസ് റിട്രീറ്റിന് വേണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, എന്റെ ഒരു ദൈവം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്ന സാധ്യത നഷ്ടപ്പെട്ടു പോയ കണക്കാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി അവിടെ കരുതുകയായിരുന്നു ചെയ്തത്. ആ ധ്യാനമായിരുന്നു ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സാർ എപ്പോഴും പറയും, നമ്മുടെ സൈക്കോളജിയാണ് എല്ലാത്തിനും പിന്നിൽ. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നമ്മുടെ സൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ദൈവത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല എന്ന് സാറ് പറഞ്ഞു തന്നത്. അതുകൊണ്ട് എനിക്ക് ധ്യാനത്തിന്റെ ഓരോ സെഷനിലും എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഏകദേശം എന്റെ മനസ്സിൽ വന്നു, ഇതൊക്കെ സാറ് പറയുന്നത് തന്നെയാ ശരിയെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. എന്നാലും ഞങ്ങൾക്ക് കൺഫ്യൂഷനും കൗൺസിലിങ്ങും ഈ ഒരു ധ്യാനം നടത്തുന്നയാള് എല്ലാം നമ്മളെ കൊണ്ട് മാൻഡേറ്ററി ആയിട്ട് ചെയ്യിപ്പിക്കും. അപ്പൊ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് എനിക്ക് ഈ കൺഫ്യൂഷനും ഈ കൗൺസിലിങ്ങിനും ഒക്കെ മാൻഡേറ്ററി ആയിട്ട് പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഞാൻ ഓർത്തു, ഇതായിരിക്കും ചിലപ്പോൾ എനിക്കൊരു ലാസ്റ്റ് ചാൻസ് ആണ് ദൈവം ഉണ്ടോ എന്ന് മനസ്സിലാക്കാണ്ട്. അപ്പൊ ഞാൻ ഓർത്തു നല്ല ഒരാളുടെ അടുത്ത് പോകണം. അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ മാനുഷികമായ ചിന്തയിലുള്ള പ്രകാശമൊക്കെ ഉള്ള ആൾക്കാർക്ക് പരിശുദ്ധാത്മാന്റെ ഇതുള്ളതെന്നൊക്കെ രീതിയിൽ മുഖത്തൊരു പ്രകാശമൊക്കെ തോന്നുന്ന ഒരാളെ ഞാൻ നോക്കി വെച്ചു. പക്ഷെ എന്റെ ടേൺ ആയപ്പോഴേക്കും ആ ആളെ മറ്റൊരാൾ വന്ന് വിളിച്ചോണ്ട് അങ്ങ് പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പം എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് വേറൊരാളുടെ അടുത്തെടുത്ത്. ഇപ്പൊ ആ ആള് നമ്മുടെ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രകാശമൊന്നും ഇല്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയോ, ഇങ്ങനെ ഒരു സാധ്യത നഷ്ടപ്പെട്ടു പോയ കണക്ക് എനിക്ക് തോന്നി. അപ്പം എന്റെ മാനസികമായ ജഡ്ജ്മെന്റ് ആണത്. എന്നാലും അവരെന്നോട് പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും താല്പര്യമില്ല. ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാനോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ണടയ്ക്കാനൊന്നും പോയില്ല. ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവർ കണ്ണടച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ച് ഞാൻ കണ്ണടച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സീൻ കണ്ടു. ഈശോ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിന്റെ സൈഡിൽ ഞാൻ എൻ്റെ മമ്മിയെ കണ്ടു. മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു,
11 വയസ്സ് വരെ നിന്നെ വളർത്തുവാനായിട്ട് ഈശോ എന്നെ ഏൽപ്പിച്ചതാണ്, എനിക്ക് അത് കഴിഞ്ഞപ്പോൾ നിന്നെ തിരിച്ചു കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുകയല്ല ചെയ്തത്, എനിക്ക് ഭയങ്കരമായ ദേഷ്യം അതിലുണ്ടാക്കിയത്. കാരണം ഞാൻ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം എന്നെ മാത്രം അങ്ങനെ അങ്ങനെ എന്നോട് ചെയ്തത്? കാരണം എനിക്ക് അറിയുന്ന എല്ലാവർക്കും അമ്മയുണ്ട്, അവരുടെ ആരും ദൈവം തിരിച്ചു ചോദിച്ചതായിട്ട് എനിക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് എന്നെ മാത്രം അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നത്? അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ പോലും എനിക്കിനി ദൈവത്തെ വേണ്ടാന്നൊരു ചിന്തയിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഞാൻ അങ്ങനെ പിന്നെ എന്തൊക്കെയോ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ നിന്നോട് ഞാൻ രാവിലെ മുതൽ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ഈശോ ഒരു വചനം കൊടുത്തു. വചനം ഇതായിരുന്നു, ജോബ് 42:5, അങ്ങയെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഇത് എനിക്ക് ഇതേ ഒരു വചനം അവർ പറഞ്ഞു, ഈ വചനം പറയാനുള്ള ഒരാള് ഇന്നത്തെ ദിവസം വരും, അപ്പൊ നിങ്ങൾ പറയണം എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്ന വചനം. അപ്പൊ ഓരോരുത്തർ വരുമ്പോഴും അവർ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഇയാൾക്കാണോ കൊടുക്കേണ്ടത്? അപ്പൊ ഈശോ പറയാം അല്ല. പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു വേഗം ദേഷ്യം മെസ്സേജ് കൊടുക്കുകയാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് ആ വചനം ഉള്ളതെന്ന്. പക്ഷെ അതൊന്നും എന്നെ ടച്ച് ചെയ്തൊന്നുമില്ല. ഞാൻ വന്നതിനേക്കാളും ദേഷ്യത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. എനിക്ക് ധ്യാനം സ്കിപ്പ് ചെയ്യാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഉച്ച കഴിഞ്ഞ് അഡറേഷൻ നടക്കുകയാണ്. അഡറേഷന്റെ സമയത്ത് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. കാരണം ഞാൻ വളരെ അലക്ഷ്യമായിട്ട് നിൽക്കുകയാണ്, എനിക്കിതൊന്നും താല്പര്യമേ ഇല്ല, എനിക്കെങ്കിലും പോയച്ചാൽ മതിയെന്നേ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മുമ്പിലേക്ക് ഒരു സ്ക്രോൾ ഇറങ്ങി വന്നു. ആ സ്ക്രോളിൽ 2 പാർട്ടുണ്ട്, ഒരു ബുക്കിന് 2 താളുകൾ പോലെ. ഒരു സ്ക്രോളിൽ എന്റെ ലൈഫും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. മറ്റേ സ്ക്രോളിൽ ആ ലൈഫിൽ എനിക്ക് വേദനകൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്റെ നന്മയ്ക്കായിട്ടാണ്, അല്ലെങ്കിൽ നന്നായിട്ട് വരും, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് പോലെ എന്തോ ഒരു സാധനം. അതിങ്ങനെ എനിക്ക് ഇന്നും അന്നും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ അതിങ്ങനെ അത് ഒരു സൈഡിൽ ലൈഫ്, മറ്റൊരു സൈഡിൽ ഇതിനെ പറ്റി സംസാരിച്ചുകൊണ്ട് അത് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഇത് കടന്നു പോകുന്നതിനനുസരിച്ച് എന്റെ ഉള്ളിലുള്ള ദേഷ്യവും ദേഷ്യവും സങ്കടവും ഒക്കെ മെൽട്ടായിട്ട് പോകുന്നത് പോലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. ഈ സ്ക്രോള് തീർന്നപ്പോഴേക്കും എനിക്ക് ഈശോയോടുള്ള ദേഷ്യവും അരിശമൊക്കെ മാറിയിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ സ്ക്രോള് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് ഒരു വലിയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ അറ്റത്തുനിന്ന് ഒരാൾ ഒളിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ആ ബിൽഡിങ്ങിൽ ഞാൻ ഓടിപ്പോയിട്ട് ഇങ്ങനെ നോക്കി, ആരാണ് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഓടിപ്പോകുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോഴ് ഞാൻ കാണുന്നത് ഈശോയാണ്. ഈശോ അവിടെ ഒരു നടക്കലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈശോയുടെ ഉടുപ്പിന്റെ വേഷം വെള്ളയും ചുമലയും കളറാണ്. അപ്പൊ ഈശോ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോപ്പയാണ് എത്തി നോക്കി ഒളിഞ്ഞു, എന്തിനാ വന്ന് ഒളിഞ്ഞു നോക്കി പോയതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഈശോപ്പ പറഞ്ഞു, നിനക്കെന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നില്ല, ഞാൻ നിന്റെ മുമ്പിലോട്ടെങ്ങാനും വന്ന് നിന്നെ ശരിയാക്കത്തില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയത്, നിന്റെ ദേഷ്യം പോയെന്ന് നോക്കിയതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തോ സംഭവിച്ചു, സ്ക്രോള് പോണക്കുള്ള ഒരു സാധനം ഇങ്ങനെ വന്നിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈശോയെ അത് ചെയ്തതെന്ന്. അപ്പൊ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോപ്പയല്ലേ അത് ചെയ്തത്? ഒരു സ്ക്രോള് പോണക്കുള്ളത് എന്താ സംഭവിച്ചത്? എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എന്തോ സംഭവിച്ചു, അങ്ങനെ എന്റെ ദേഷ്യമൊക്കെ പോയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈശോ പറഞ്ഞപ്പോ നിന്റെ ദേഷ്യമൊക്കെ പോയെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആകാം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഫ്രണ്ട്സ് ആകാന്ന് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് ഒരു ഹാറ്റ് തന്നു. ആ ഹാറ്റ് എല്ലാം ഒരു ബ്ലാക്ക് ഹാറ്റാണ്, അതില് ഒരു വൈറ്റ് ലെറ്ററിലെ ഫ്രണ്ട് എന്ന് എഴുതിയൊരു ഹാറ്റായിരുന്നു അത്. അങ്ങനെ ആ ഒരു നിമിഷം എനിക്ക് തോന്നുന്നു എന്റെ ഒരു കൺഫ്യൂഷൻ, സംശയം എല്ലാം മാറിയിട്ട് ഞാൻ ദൈവത്തിലേക്ക് എന്നെ സമർപ്പിച്ചൊരു സമയമായിരുന്നു അത്. ഞാൻ പോലും അറിയാതെ അത് സംഭവിച്ചത്. നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെണ്മയുള്ളതാക്കാനായിട്ട് സാധിക്കുന്ന ഒരാൾ ദൈവം മാത്രമാണ്. അപ്പൊ നമ്മളുടെ വചനം അതാണ് നമ്മളെ അഷ്വർ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ ഏത് പാപാവസ്ഥയാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും നമ്മൾ പോകേണ്ടത് ദൈവത്തിന്റെ അടുത്തേക്കാണ്. അതിനൊരു ഉത്തരം തരുവാൻ, അതിന് നമ്മളെ മാറ്റിയെടുക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഈ ആഴ്ച ശ്രമിക്കാം. നമ്മുടെ പാപാവസ്ഥകളെ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ കൊടുത്തൊരു പുതിയ സൃഷ്ടിയായി മാറാനായിട്ട് ഈ ആഴ്ചകളിൽ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടിയുടെ എല്ലാ കൃപയും ദൈവം തമ്പുരാൻ നമുക്ക് നൽകട്ടെ. ആമേൻ. താങ്ക്സ് സ്മിത ആന്റി. സ്വന്തം ജീവിതാനുഭവത്തിലൂടെ പാപാവസ്ഥ എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നിന്നും പരസ്പര സ്നേഹത്തിൽ നിന്നും നമ്മോട് തന്നെയുമുള്ള ബന്ധം തകർക്കുന്നതെന്ന് വ്യക്തമാക്കി തന്നതിന്. തുടർന്ന് സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്നതിനായി ടോജി ചേട്ടനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജോനാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. ആ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ച് ജീവിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഒരു ദൈവസ്നേഹം അനുഭവിച്ചറിയാനോ അല്ലെങ്കിൽ അത് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇതിനെ നമുക്ക് ഈ ഒരു ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ടും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. മനുഷ്യന് ഇന്ന് ഈ ആധുനികതയുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന് ഉയരങ്ങളിലേക്ക് ചവിട്ടി കയറുവാനും അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെയൊക്കെ സഹായത്തോടു കൂടി ഒത്തിരി അന്യഗ്രഹങ്ങളിലേക്ക് പോകുവാനും അവിടെ പോയി താമസമാക്കുവാനും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ലോകത്തിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ലോകത്തെ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ ഒന്നടങ്ങി കീഴടക്കിയിരിക്കുന്ന പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അതാണ് ലോകത്തിന്റെ പാപാവസ്ഥ എന്ന് പറയുന്നത്. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ഭൂമിയിൽ നല്ലവനായി ഒരുവൻ പോലും ഇല്ല എന്നുള്ളൊരവസ്ഥ ഈ ഭൂമിയിൽ സംജാതമായിരിക്കുകയാണ്. നമ്മൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഒരു ബലിഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യന്, അയാള് വളരെ ശക്തിശാലിയാണ്. പക്ഷേ വളരെ ശക്തമായ ഒരു ചങ്ങലകളാല് അയാളുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അയാൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് ഒരു പാപാവസ്ഥയിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, പാപം ചെയ്തവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് എന്ന്. നമ്മൾ പാപം ചെയ്യുന്നത് വഴി നമ്മുടെ തന്നെ ശത്രുവായി തീരുകയാണ്. നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന്റെ അപരിമേയമായ ആ ഒരു സ്നേഹം അനുഭവിച്ചറിയുവാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കണം എന്നുള്ളതുമാണ് ദൈവത്തിന്റെ ആഗ്രഹമെന്ന്. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്നതാണ് നമ്മുടെ പാപാവസ്ഥ. എന്തായിരുന്നു ആ ഒരു ദൈവിക പദ്ധതി? നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളെ പറുദീസായിൽ സൃഷ്ടിച്ചതിലൂടെ ആ ഒരു ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുകൊണ്ട് ആ ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരുവാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർക്കുകയാണ് ചെയ്തത്. മനുഷ്യരോടൊപ്പം ജീവിച്ചുകൊണ്ട് എല്ലാ ദിവസവും മനുഷ്യനോട് സംസാരിച്ചുകൊണ്ട് മനുഷ്യനോടൊത്ത് ഉലാത്തിക്കൊണ്ട് ദൈവം അവനെ തന്നെ പോലെ തന്നെ കരുതി തൻ്റെ ആ ഒരു ദൈവസ്നേഹം പകർന്ന് അവന് കൊടുക്കുവാനായിട്ട് ദൈവം ശ്രമിച്ചു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചാണ് അവനെ പറുദീസായിലാക്കിയത്. പക്ഷേ ആ ഒരു ദൈവിക പദ്ധതിയെ മനുഷ്യന് തകിടം മറിക്കുകയാണ് ചെയ്തത്, നിരാകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു ദൈവസ്നേഹ അനുഭവം നഷ്ടമാക്കി. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ട് സകല അനുഗ്രഹത്തോടും സമൃദ്ധിയോടും കൂടെ ഇല്ലേ അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിന്റെ മേലും അതിന്മേലുള്ള ഒരു അധികാരവും ഒക്കെ ദൈവം കൊടുത്തിട്ടാണ് പറുദീസായിലെ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് മനുഷ്യൻ തന്റെ തനിഷ്ടം കൊണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടമാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയാണ് ചെയ്തത്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ആ മനുഷ്യന് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് നമുക്കറിയാം ദൈവത്തിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ച പോലെയാണ് ഇല്ല. എന്നിട്ട് മണ്ണിനോട് മല്ലടിച്ചവൻ ജീവിതം തുടരുന്നൊരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും ദൈവം സൃഷ്ടിച്ച വന്യമൃഗങ്ങളിൽ ഏറ്റവും കൗശലശാലിയായിരുന്നു സർപ്പം എന്നാണ് വചനത്തിൽ പറയുക. ആ സർപ്പത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ആദ്യ മാതാപിതാക്കളെ അവരുടെ മനസ്സിൽ ഒരു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ്. ദൈവം അവർക്ക് എല്ലാ അധികാരവും നൽകിയിരുന്നു. ദൈവം 5 ദിവസം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെ മേലും സകല ജീവജാലങ്ങളുടെ മേലും മരങ്ങളുടെ മേലും വൃക്ഷങ്ങളുടെ മേലും എല്ലാം ആധിപത്യം നൽകിയിരുന്നു. അതിനെ നോക്കി വളർത്തുവാനും അതിന്റെ ഫലം സ്വീകരിക്കുവാനും അതിന്റെ വിളവെടുക്കുവാനും എല്ലാത്തിനുമുള്ള ഒരു അനുവാദം ദൈവം കൊടുത്തിരുന്നു. പക്ഷേ ആ പറുദീസയുടെ നടുക്ക് നിൽക്കുന്ന തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുതെന്ന് ദൈവം അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു സാത്താൻ അവിടെ കടന്നു വന്നിട്ട് ഒരു സംശയത്തിന്റെ വിത്ത് അവന്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ദൈവം വെറുതെ പറഞ്ഞതാണിത്, ഇത് നീ കഴിച്ചു കഴിഞ്ഞാല് ദൈവത്തെ പോലെ ആകുമെന്നും പറഞ്ഞ്
അവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദൈവതുല്യരായിട്ട് ദൈവത്തോടൊപ്പമായിരുന്ന അവരുടെ മനുഷ്യന്റെ മനസ്സിൽ തെറ്റിദ്ധാരണയുടെയും സംശയത്തിന്റെയും വിത്ത് വിതച്ച് അവനെ ദൈവിക സാന്നിധ്യത്തിൽ നിന്നും പറിച്ചു മാറ്റുന്ന ആ ഒരു സാത്താന്റെ തന്ത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ആ ഒരു സംശയം മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അത് വളർന്നിട്ട് അവൻ വീണ്ടും വീണ്ടും ആലോചിച്ചു. ആദിമാതാപിതാക്കൾ ആലോചിച്ചു, ഇനി അത് കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകുമോ? അങ്ങനെ അവര് ആ ഒരു സംശയം വളർന്ന് അത് പ്രവൃത്തിയിലേക്ക് എത്തുകയാണ്. അവര് ആ ഒരു വൃക്ഷത്തിന്റെ ഫലം പറിച്ച് ഭക്ഷിക്കുകയാണ്. അങ്ങനെ ദൈവം നൽകിയിരുന്ന ആ അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ പാപത്തിന്റെ വഴികളിലേക്ക് അവനെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഓരോ ചിന്തകളും ആലോചനകളും ഒക്കെ അതാണ് നമ്മുടെയൊക്കെ പ്രവർത്തികളായിട്ട് പരിണാമം ചെയ്യപ്പെടുന്നത്. നമ്മൾ മനസ്സിൽ എന്ത് നിരൂപിക്കുന്നുവോ അതാണ് സാവകാശത്തില് നമ്മുടെ ഒരു പ്രവൃത്തിയായിട്ട് മാറ്റപ്പെടുന്നത്. ആ ആദിമാതാപിതാക്കളെ ഹൃദയത്തിൽ കടന്നുകൂടിയ പാപത്തിന്റെ ചിന്തകള് അവരെ തിന്മയുടെ സ്വരത്തെ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെ സർവവും നഷ്ടമാക്കുകയാണ് അവിടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് എപ്രകാരമാണ് മനുഷ്യന് എന്നേക്കുമായിട്ട് സാത്താന്റെ അടിമയാക്കപ്പെട്ടത് എന്നുള്ളത്. സർവവും അവൻ നഷ്ടമാക്കുകയാണ്. ദൈവം നൽകിയിരുന്ന ആ ദൈവിക ജീവനും തന്നെപ്പോലെ തന്നെ തന്റെ സാദൃശ്യത്തിലും രൂപത്തിലും സാദൃശ്യത്തിലും ഒക്കെ സൃഷ്ടിച്ചിട്ട് ആ ഒരു ദൈവിക ജീവനും ദൈവം നൽകിയിരുന്ന എല്ലാ അധികാരങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും പർദീസായി കൊടുത്തിരുന്ന സർവ്വ സൗഭാഗ്യങ്ങളും അവൻ നഷ്ടപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അതിനുശേഷം എല്ലാ ദിവസവും ദൈവം വരുമായിരുന്നു ആ തോട്ടത്തിലെ വൈകുന്നേരം ഉലാത്തുവാനായിട്ട്. അന്ന് വൈകുന്നേരവും വന്നു ദൈവം ഉലാത്തുവാനായിട്ട്. പക്ഷേ ആദത്തിനെയും ഹവയെയും അവിടെ കാണുന്നില്ല. ദൈവിക സാന്നിധ്യത്തിൽ അനുഭവിച്ചിരുന്ന സകല നന്മകളും അവന് നഷ്ടമായി. ദൈവിക സന്നിധി തന്നെ അല്ല, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം തന്നെ അവന് ഭയമായിരുന്നു. അറിവിന്റെ അഹന്തയിൽ നിന്നും ഭയത്തിന്റെ അടിമത്തിലേക്ക് അവൻ വഴുതി വീണു. അവന് ഒളിച്ചിരിക്കാൻ സ്ഥലം അന്വേഷിച്ചു പോവുകയാണ്. ദൈവം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു തിരിച്ചറിവ് അപ്പോഴാണ് അവന് മനസ്സിലായത് അവര് നഗ്നരാണെന്നുള്ളത്. അവര് പോയി ഒളിച്ചിരിക്കുക. ചോറ് കൊടുക്കാൻ പറ. പക്ഷേ ദൈവത്തിന്റെ കണ്ണെത്താത്ത മറവുകൾ ഇല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വികലമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് അവനുണ്ടായിരുന്നത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നുവെന്ന്. സ്വർഗം എത്ര സ്നേഹിച്ചാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പാപങ്ങളുടെ കാർമേഘം മൂടിയിരിക്കുകയാണ്. ദൈവത്തിന്റെ മുഖം കാണാനാവാത്ത വിധം മറച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതാണ് പാപാവസ്ഥ, അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന മാറ്റം. നമുക്കറിയാം, ദൈവം ആദ്യ മാതാപിതാക്കളെ എന്ത് ദൗത്യമായിരുന്നു ഏൽപ്പിച്ചിരുന്നെന്നുള്ളത്. ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിച്ച് ആ ഒരു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു പങ്കാളിത്തത്തിലൂടെ, ആ ഒരു ദൈവ സ്നേഹത്തിലൂടെ, ഒരു അനുസരണത്തിലൂടെയും സർവ്വതും നോക്കി നടത്തി സംരക്ഷിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു ആദ്യ മാതാപിതാക്കള്. അവരെ ഏൽപ്പിച്ചിരുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളെയും നോക്കി സംരക്ഷിച്ച് വളർത്തുക എന്നുള്ളതും, അവനോട് ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അനുസരിക്കുവാനായിട്ട് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്, കാരണം നീ മരിക്കുമെന്ന്. നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. നിയമാവർത്തനം പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന് ആ ഒരു പർദീസാൽ നൽകപ്പെട്ട ആ ഒരു സ്വാതന്ത്ര്യം, എല്ലാം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഭയത്തോടെയുള്ള സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു സ്നേഹം. നമുക്കറിയാം, നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പല അധ്യാപകരെയും സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്നത് ഭയത്തോടെയാണ്. അവർ ശിക്ഷിക്കും അല്ലെങ്കിൽ അവര് ശാസിക്കും എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടിയൊക്കെയാണ്. പക്ഷേ വളരെ ചുരുക്കം അധ്യാപകർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം വളരെ സ്നേഹത്തോടു കൂടി
നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുള്ള അധ്യാപകര്. അതേപോലെ ഒരു സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു സ്നേഹം. ഇവിടെ ദൈവത്തിന്റെ വാക്കുകളെ നിഷേധിച്ച മനുഷ്യന് സാത്താന്റെ വാക്കുകൾക്ക് അടിമയായി തീരുകയാണ്. അവൻ തെരഞ്ഞെടുത്തത് തിന്മയും മരണവുമാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് വഴി അവന് ജീവൻ ലഭിക്കുന്നു. പക്ഷേ പിശാചിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നത് വഴി തിന്മയുടെ അടിമത്തവും മരണവും സംഭവിക്കുന്നു. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നവോ അതിന്റെ അടിമയാണ് അവനെന്ന്. നമ്മൾ ഏതിനാലെങ്കിലും തോൽപ്പിക്കപ്പെടുന്നുണ്ടോ, തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ അടിമയാണ്. നമ്മൾ ഏതിന്റെയെങ്കിലും അടിമയാണോ, നമ്മൾ അതിനാൽ തോൽപ്പിക്കപ്പെടുന്നുമുണ്ട്. ഒരിക്കലും ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെടില്ല, എന്നാൽ പിശാചിന്റെ വാക്കിനാലാണ് തോൽപ്പിക്കപ്പെടുക. ആദ്യ മാതാപിതാക്കളിൽ സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ ജീവിച്ചിരുന്നെങ്കിൽ അവൻ തോൽപ്പിക്കപ്പെടുകയില്ലായിരുന്നു. പക്ഷേ പിശാചിന്റെ വാക്ക് കേട്ട് അവൻ തോൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആ ഒരു പർദീസ അനുഭവം അവന് നഷ്ടമാകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തില് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. നമ്മൾ നമ്മളെ തന്നെ എന്തിനെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അടിമകളായി തീർന്നിട്ടുണ്ടെങ്കിൽ, നമ്മള് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുക. ഒന്ന്, മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഇത് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകളാണ്. നമ്മളൊക്കെ ആദ്യ മാതാപിതാക്കളുടെ ഒരു പാപം മൂലം പാപിയായിട്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീണത്. പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, ലോകം മുഴുവൻ അടിമത്തത്തിലാണെന്ന് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി. എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. ആ ആദ്യ മാതാപിതാക്കളുടെ തിന്മ മൂലം അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു പാപാവസ്ഥ മനുഷ്യൻ മുഴുവനിലും വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, ഒരുവൻ പോലും നല്ലവനായില്ല എന്ന്. നമുക്കറിയാം, സങ്കീർത്തകന്റെ ഒരു വിലാപം, ആ പാപാവസ്ഥയിൽ നിന്നുള്ള ഒരു വിലാപം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 51:5 നമ്മളത് വായിക്കുന്നുണ്ട്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന്. സങ്കീർത്തകൻ സ്വയം അവബോധത്തോടുകൂടിയ ഒരു വിലാപമാണ്. ഞാൻ ജനിച്ചപ്പോഴേ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. സ്വയം നിയന്ത്രിക്കുവാനായിട്ട് ഒരു ശരീരത്തോടും മനസ്സിനോടും യുദ്ധം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു വിലാപം, ആ ഒരു ആത്മാവിന്റെ വിലാപമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുക. നമ്മുടെ ഒക്കെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ സ്വാധീനത്തെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിലാപമാണിത്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ച് ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലായതുകൊണ്ടും നമ്മൾ ഈ ലോകത്തിൽ പാപത്തിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെ പാപാവസ്ഥയിലായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നതുകൊണ്ടും നമുക്കും ഈ ദുഷ്ടന്റെ ശക്തിവലയത്തിന്റെ സ്വാധീനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ മിക്കവാറും അതിന് കീഴ്പ്പെട്ടു പോകാറുണ്ട്. നമ്മുടെയൊക്കെ ഒരു ദുർഭഗാവസ്ഥയാണിത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കി, നമ്മള് പാവകളി കണ്ടിട്ടുണ്ട് അല്ലേ? തിരുനാൾ പറമ്പുകളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. പാവകളിക്കാരൻ പാവയെ കൊണ്ട് ഇങ്ങനെ നൂലുമേൽ കെട്ടിക്കൊണ്ട് അതിനെ കളിപ്പിക്കുന്നത്. ഇന്ന് സാത്താൻ നമ്മളെ ഓരോരുത്തരെയും, ഈ ലോകത്തിലെ മനുഷ്യരെ നിയന്ത്രിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു
നൂലിന്മേ കെട്ടി അവന് ഇഷ്ടമുള്ളതുപോലെ അവൻ നമ്മളെ കളിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം വാക്യത്തില് പൗലോസ്ലീഹ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ് പാപത്തിന്റെ വേതനം മരണമാണ് എന്നുള്ളത്. അതെ, പാപത്തിന്റെ പരിണിതഫലം മരണം തന്നെയാണ്. ആദ്യ മാതാപിതാക്കൾക്ക് അവിടെ നഷ്ടമായത്, അവർക്ക് തിരഞ്ഞെടുക്കുവാൻ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ തിരഞ്ഞെടുത്തത് ആ ഒരു അടിമത്വവുമാണ് അവർ തിരഞ്ഞെടുത്തത്. അതാണ് ഇവിടെ പറയുക, പാപത്തിന്റെ വേതനം മരണമാണ് എന്നുള്ളത്. സമൃദ്ധി ഇല്ലാത്തതെല്ലാം മരണത്തിന് തുല്യമാണ്. സർവ്വ സമൃദ്ധിയിലും ജീവിക്കുവാനായിട്ടാണ് ദൈവം ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച് പർദീസാലാക്കിയത്. പക്ഷെ ആ ഒരു പാപം വഴി അവർ ആ ഒരു പാപത്തിന് അടിമപ്പെട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ പാപത്തിന് അടിമകളായി തീരുകയാണ്. പാപം ചെയ്യുന്നത് വഴി എന്തൊക്കെയാണ് സംഭവിക്കുക? ബന്ധങ്ങൾ തകരുകയാണ്. നമുക്കറിയാം, നമ്മൾ പ്രൊക്ലമേഷനിൽ ജോയ്സി പറയുന്നത് കേട്ടു, ആദം ഹവ്വായെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ച് അവന്റെ മുമ്പിൽ നിർത്തിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് പ്രകാരമാണ്, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിന്റെ മാംസവും എന്ന്. പക്ഷേ ആ പഴം അവന് കൊടുത്തതിനു ശേഷം ദൈവം വന്ന് ആദത്തിനോട് ചോദിക്കുന്ന സമയത്ത് ആദം സ്വയം ന്യായീകരിച്ചുകൊണ്ട് നൽകുന്ന ഒരു മറുപടിയുണ്ട്. പെട്ടെന്നത് അങ്ങ് എനിക്ക് കൂട്ടിന് നൽകിയ സ്ത്രീ എന്ന് ആ വാക്കുകൾ മാറുകയാണ്. ഒത്തിരി ആവേശത്തോടു കൂടി, ഇല്ലേ, ഒരു ജീവിത പങ്കാളിയായിട്ട്, മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നന്നല്ല, അവനൊരു പങ്കാളിയെ ഞാൻ നൽകുമെന്നും പറഞ്ഞിട്ട് ദൈവം അവനെ പങ്കാളിയെ കൊടുത്തപ്പോൾ ആ ജീവിത പങ്കാളി തള്ളിപ്പറയുന്ന ഒരു വികാരം, ഒരു വൈകാരികതയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുക. തിന്മകളിൽ പങ്കാളികളാകുന്നതോടുകൂടി പരസ്പര ബന്ധത്തിലുള്ള വിള്ളലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ഹൃദയത്തിലെ പൊരുത്തക്കേടുകൾ പരസ്പര പൊരുത്തക്കേടുകളായി മാറ്റപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തില് ആ ഒരു പാപാവസ്ഥ വഴി എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും അത് പരിണമിക്കപ്പെടുകയാണ്. ഹൃദയവികാരങ്ങൾ ഇങ്ങനെ കലുഷിതമാകുമ്പോൾ അതെല്ലാ ബന്ധങ്ങളെയും തകർക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക. ദൈവവുമായിട്ടുള്ള ബന്ധം തകരുമ്പോൾ ദൈവസ്നേഹം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാത്തത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. പക്ഷേ ആ ഒരു സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. ആ ദൈവസ്നേഹം നഷ്ടപ്പെടുന്നു. നമ്മളിൽ ഭയം വളരുകയാണ്, ദൈവത്തോടുള്ള ഭയം. ദൈവം ആ ഒരു ഭയത്തോടു കൂടിയുള്ള ഒരു സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു സ്നേഹമാണ്. വെറുപ്പ് വളരുകയാണ്. ദൈവത്തോടും സഭയോടുമൊക്കെ വെറുപ്പ്, വിദ്വേഷം, പിരിമുറുക്കം, ഇതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉരുത്തിരിയുകയാണ്. വീണ്ടും തന്നോട് തന്നെയുള്ള ബന്ധത്തില് വിള്ളലുകൾ വരികയാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ ഉൾവലിഞ്ഞ് ജീവിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് നമുക്ക് നാണവും ലജ്ജയും ഒക്കെ ഉണ്ടാവുകയാണ്. വീണ്ടും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം, മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധം നമ്മൾ പൂർണ്ണമായിട്ടും അത് നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ മറ്റുള്ളവരെ പഴി പറയുന്നു, കുറ്റം വിധിക്കുന്നു, ഇല്ലേ, ഞാനല്ല തെറ്റ് ചെയ്തത്, അവനാണ് അല്ലെങ്കിൽ അവളാണ് തെറ്റ് ചെയ്തതെന്ന് നമ്മൾ സ്വയം ന്യായീകരിക്കുകയാണ്. വീണ്ടും സൃഷ്ടപ്രപഞ്ചവുമായിട്ട് നമ്മൾ ശത്രുതയിലാകുന്നു. ഇന്ന് നമ്മൾക്കറിയാം ലോകത്തിന്റെ കാലാവസ്ഥ എത്രത്തോളം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത്. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസങ്ങളിൽ പോലും അത്യുഗ്രമായ ചൂടാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഈ സൃഷ്ടപ്രപഞ്ചത്തെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യ സൃഷ്ടികള് ചുറ്റും കെട്ടിപ്പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ദൈവവുമായിട്ടും തന്നോട് തന്നെയും മറ്റുള്ളവരുമായിട്ടും സൃഷ്ടപ്രപഞ്ചവുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ പാപാവസ്ഥയിലൂടെ തകരുകയാണ് ചെയ്യുന്നത്. വീണ്ടും സങ്കീർത്തകൻ വീണ്ടും വിലപിക്കുകയാണ്. സങ്കീർത്തകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യത്തില്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നുവെന്ന്. നമുക്കറിയാം ഇത്തിരി വെള്ളത്തിനായിട്ട് ദാഹിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന്. അതുപോലെ ആ ഒരു വെള്ളത്തിനു വേണ്ടി, നീർച്ചാലിന് വേണ്ടി ആഗ്രഹിക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുകയാണെന്ന് സങ്കീർത്തകൻ വിലപിക്കുകയാണ്.
വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നുവെന്ന്. അതെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ആ ദൈവത്തിന്റെ ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ടാണ്. അവന്റെ ഹിതമനുസരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടാണ്. ആയതിനാൽ അവനിൽ വിലയം പ്രാപിക്കുവോളം, അവനിൽ തിരിച്ചെത്തുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്നാണ് വിശുദ്ധ അഗസ്റ്റിന് പഠിപ്പിക്കുക. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പാപാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യ സ്വഭാവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ട് വീട്ടാനാകാത്ത വലിയ കടത്തിൽ നിബന്ധിച്ച് പാപത്തിന്റെ അടിമത്തത്തിലായി. നന്മ ചെയ്യാൻ കഴിയാത്ത വിധം ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞു പോയിരിക്കുകയാണ്. തീർത്തും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 15-ാം വാക്യത്തില് പൗലോസ്ലീഹ ആ ഒരു അവസ്ഥയെ ഇവിടെ വിവരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന്. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മള് നല്ല കാര്യങ്ങൾ, നന്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പാപാവസ്ഥ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. നമ്മൾ വെറുക്കുന്നതാണ് പലപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത്. ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്, അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്, അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? ആദ്യ മാതാപിതാക്കളുടെ ആ ഒരു പാപം മൂലം നമ്മളിലെല്ലാം ആ ഒരു പാപാവസ്ഥയുണ്ട്. നമ്മള് മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു പാപാവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പാപികളായതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. സ്വഭാവത്താൽ തന്നെ നമ്മൾ പാപികളാണ്. നമുക്കൊക്കെ അവസരം വരുമ്പോൾ നമ്മളിൽ നിന്നും ആ ഒരു തിന്മയുടെ ഫലങ്ങൾ പലപ്പോഴും പുറപ്പെടാറുണ്ട്. സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന പാപത്തിന്റെ മേഖലകളാണ് നമ്മളെയൊക്കെ വല്ലാതെ ഉലച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്ത സമയങ്ങളിൽ, നമ്മൾ ആഗ്രഹിക്കാത്ത അവസരങ്ങളിൽ അത് പുറത്തേക്ക് വരികയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ വികലമാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംജാതമാകുന്നത്. നമ്മുടെ എല്ലാറ്റിൻ്റെയും മേലുള്ള നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. നമ്മളിൽ തന്നെയുള്ള ഒരു നിയന്ത്രണവും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വളരെ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ ഒന്ന് വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാം വാക്യത്തില്, ഞാൻ ദുർബഹനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കുമെന്ന്. സ്വയം പുറത്ത് കടക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ദുർബഹനായ മനുഷ്യൻ, പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആലോചിക്കാം. നമ്മളൊക്കെ എന്തിനെങ്കിലുമൊക്കെ അടിമപ്പെട്ടാണോ ജീവിക്കുന്നത്? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രവണതകളോ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും വസ്തുക്കളോ ഇതിനൊക്കെ അടിമപ്പെട്ടാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് ഈ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്തു നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാൽ നമ്മൾ തോൽപ്പിക്കപ്പെടും. നമ്മൾ എന്തിനാലെങ്കിലും നമ്മൾ തോൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നമ്മൾ അതിന്റെ അടിമയാണ്. അതുകൊണ്ട് ഈ ഒരു ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പാപാവസ്ഥയുടെ മുള്ളുകളിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് രക്ഷിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, പൗലോസ്ലീഹ പ്രാർത്ഥിച്ചതുപോലെ ഈ ദുർഭഗാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന്. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. പാപാവസ്ഥ എങ്ങനെ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും പരസ്പര സ്നേഹത്തിൽ നിന്നും മാറ്റം വരുത്തുന്നു എന്ന് സ്ലൈഡ് പ്രസന്റേഷനിലൂടെ വ്യക്തമാക്കി തന്ന ജോജി ചേട്ടന് നന്ദി പറയുന്നു.
അടുത്തതായി കുറച്ച് അനൗൺസ്മെന്റുകളാണ്. മെയിൻ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അവരവരുടെ സബ് ഗ്രൂപ്പുകൾ ലഭിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. സബ് ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ പലവരുടെയും ഇൻവിറ്റേഷൻ ലിങ്ക് നിങ്ങളുടെ ഇൻബോക്സിൽ വന്നു കിടപ്പുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് വോയിസ് മെസ്സേജായി നിങ്ങളുടെ സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓൺലൈനായി നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രം ഉള്ളതാണ്. ഏകദേശം 34 ക്ലാസുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കർക്കുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നു. അടുത്ത കോഴ്സ് ജനുവരി 12 മുതൽ 17 വരെ ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9746917273 അഥവാ 7012574557 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്താൽ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ വന്ന് കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈറ്റ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യുന്ന ഓൺലൈൻ പോസ്റ്റ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും അത് ലഭ്യമാണ്. നാം ഒരു മിഷനറി ആണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങൾ എല്ലാവരും വായിക്കുവാൻ പരിശ്രമിക്കുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹമുള്ളവർ സബ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വിവരം അറിയിക്കുക. അനോണിമസ് ആയ യാതൊരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണം സംബന്ധമായ ഒരു കാര്യങ്ങൾക്കും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണം എന്ന് അറിയിക്കുന്നു. അടുത്തതായി വൈൻഡപ്പ് സെഷൻ നടത്തുന്നതിനായി ആലിസ് കുട്ടി ആന്റിയെ ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജോനൻ, താങ്ക് യു വെരി മച്ച്. ദൈവത്തിന് സ്തുതി. നമ്മള് പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രസന്റേഷനിലൂടെയും എല്ലാത്തിലൂടെയും നമ്മൾ ഇന്ന് കണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, നമ്മള് എല്ലാവരും പാപാവസ്ഥയിലാണെന്ന് പറഞ്ഞില്ലേ? സങ്കീർത്തകൻ 51:5 ഇവരൊക്കെ പറഞ്ഞല്ലോ, ഞാൻ പാപത്തോടെയാണ് പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാപിയാണ്. നമ്മള് ജോയിച്ച് പറഞ്ഞല്ലോ, നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പാപികളായി തീരുകയല്ല. നമ്മുടെ പാപമല്ല നമ്മളെ പാപികളാക്കുന്നത്. കാരണം നമ്മുടെ മാതാപിതാക്കളെ പാപാവസ്ഥയിൽ സാത്താന്റെ ബന്ധനത്തില് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ പെട്ടുപോയത് കൊണ്ട് അവർക്ക് ജനിച്ചപ്പം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാപികളായി പോയതാ. അപ്പം ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഈ ഒരു ഘട്ടത്തില്, ഈ 2ാമത്തെ സെഷനില് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതിന്റെ ദൈവം നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും ആ സ്നേഹം നമ്മളൊക്കെ അനുഭവിച്ചിട്ട് നമ്മളിലൂടെ എല്ലാവരിലേക്കും അത് ഒഴുകി ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞവർ കേട്ടത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ശൈലിയിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനോ അവരിലേക്ക് നമ്മൾ ഈ സ്നേഹം ഒഴുകാനോ ഒന്നും പറ്റുന്നില്ല. നമ്മുടെ അനുഭവമാണ്, എല്ലാവരുടെയും അനുഭവമാണ്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നമുക്ക് സ്നേഹിക്കാൻ അതില്ലേ? നമ്മളെല്ലാവരും ദൈവത്തിന്റെ കുടുംബമാണ്, ദൈവത്തിന്റെ മക്കളാണ്, ലോകം മുഴുവൻ എല്ലാവർക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. അതിന് എന്തുമാത്രം മനുഷ്യരായി ചേരുകയും കഷ്ടപ്പെട്ടും അടിമത്തത്തിലും പല വിധത്തിൽ ജീവിക്കുന്നത് നമ്മൾ തന്നെ പൗലോസ്ലിയുടെ വാക്കുകളൊക്കെ കേട്ടതായില്ലേ? നന്മ ചെയ്യണമെന്നുണ്ട്, തിന്മ ചെയ്യരുതെന്നുണ്ട്. എന്നാലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന തിന്മ തന്നെ ഞാൻ ചെയ്തു പോകുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈശോ പറഞ്ഞതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലേ? നിക്കാദേമോസിനോട്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശപ്പെടുത്താൻ പറ്റില്ല. ആ ദൈവത്തിന്റെ സ്വപ്നത്തിലുള്ള, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴുള്ള
ആ ഒരു സമൃദ്ധിയിൽ ദൈവിക ജീവനോടുകൂടി സന്തോഷമായിട്ട് എല്ലാവരും ആഘോഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് അല്ലെ പാപ ഇത് ആ പഴം തിന്നുന്ന ആളിൽ നീ മരിക്കും. ഏത് അതിനുമുമ്പേ നിത്യമായി ജീവിക്കത്തക്കവണ്ണം ദൈവിക ജീവനോടെയായിരുന്നു നമ്മളെ സൃഷ്ടിച്ചത്, മനുഷ്യവംശത്തെ. പക്ഷെ നമ്മുടെ മാതാപിതാക്കളെ നിന്നപ്പോൾ നമ്മളെല്ലാം അതിനകത്ത് പെട്ടുപോയി, ആ മരണത്തെ അവകാശികളായി. അവിടുന്നാണ് പരദീസായിട്ട് പുറത്തായതും. അവിടെ നമ്മൾ ജനിക്കുന്നവരെല്ലാം ഈ പാപാവസ്ഥയിലാണ്. നമുക്കറിയാം, സ്വാഭാവിക മനുഷ്യൻ ജഡത്തിൽ നിന്ന് ജനിച്ച ജഡമാണെന്നൊക്കെ പറയില്ലേ. സ്വാഭാവിക മനുഷ്യൻ പലതരത്തിലുള്ളതുണ്ട്. ചിലപ്പം ബാർബേറിയൻസ്, കാട്ടാളന്മാര്, കിരാതന്മാര്, അവർക്ക് നിയമവും ഇല്ല, പുണ്യവും ഇല്ല, ഒന്നുമില്ല, തോന്നി പോലെ ജീവിക്കുന്ന കാട്ടാളന്മാര്. അതേസമയത്ത് കുറെ പേര് മാന്യരായിട്ടില്ലേ, അതായത് പകൽ മാന്യന്മാരെന്നൊക്കെ പറയുന്നത് പോലെ, ജെന്റിൽമെൻ ആൻഡ് ലേഡീസ് എന്നൊക്കെ പറയുന്നത് പോലെ. വേറെ ചിലരുണ്ട് ധാർമ്മികര്, മോറൽ മേൻ. ഈ കാട്ടാളന്മാരാണേലും മാന്യന്മാരാണേലും ധാർമ്മികരാണെങ്കിലും അവരെല്ലാം ഈ പാപാവസ്ഥയിലാണ് കിടക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മാറി ആ പുതിയൊരു സ്ഥിതിയിലേക്ക് വന്നാലേ ഇവിടെ നമുക്കൊരു വ്യത്യാസം വരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമുക്കറിയാം. ഇവരൊക്കെ ശ്രീരാകൃഷ്ണൻ പറഞ്ഞതും വല്ലതൊക്കെ പറയും. അതുപോലെ ആർഷഭാരതത്തിലെ ഋഷികളൊക്കെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അന്ധകാരത്തിലാണ്, മരണത്തിലാണ്, ഇരുട്ടിലാണ് എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് വരിക എന്നുള്ള വലിയൊരു ഘട്ടത്തിലെ അത് തിരിച്ചറിവ് വന്നാലല്ലേ നമ്മള് വിശക്കുന്നവരല്ലേ ഭക്ഷിക്കാൻ പറ്റുള്ളൂ, സംതൃപ്തനാകാൻ പറ്റുള്ളൂ. നമ്മള് ബന്ധനത്തിലാണ്, അന്ധതയിലാണ്, അടിമത്തത്തിലാണ്, അന്ധകാരത്തിലാണ്. നമ്മള് ചെയ്താലും ചെയ്തില്ലേലും നമ്മൾ പാപികളാണ്. ചോദിച്ചില്ലേ, ചോദിച്ചു. അതായത് പാപം ചെയ്യുന്നത് കൊണ്ട് പാപികളാകുകയല്ല, പാപാവസ്ഥയിലായതുകൊണ്ട് അവസരം വരുമ്പോൾ നമുക്ക് പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു തിരിച്ചറിവ്, നാം ജന്മനാ തന്നെ പാപാവസ്ഥയിലാണെന്നും ഈ പാപാവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം വേണം എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഈ ഒരു ഘട്ടത്തിലെ നമുക്ക് ആഴത്തിലുണ്ടാകേണ്ടത്. നമ്മൾ പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുകയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ സ്നേഹം അനുഭവിക്കാനാവാത്ത വിധം നമ്മൾ ആ ലൈനിൽ നിന്ന്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒഴുക്കിന്റെ പദത്തിൽ നിന്ന് നമ്മൾ മാറിയാണ്, അടിമത്തത്തിലാണ്, അന്ധകാരത്തിലാണ്, നമ്മൾ പെട്ടുപോയി കിടക്കുകയാണ്. അവിടുന്ന് നമുക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളെ എല്ലാം ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ എത്ര ഒത്തുപിടിച്ചാലും നമുക്ക് തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മള് കണ്ടതായില്ലേ, ദൈവം പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ സന്തോഷം, ദൈവിക ജീവൻ, സ്വാതന്ത്ര്യം, ആഘോഷമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷെ സാത്താന്റെ അടിമത്തത്തിൽ പെട്ടു കഴിഞ്ഞപ്പോഴേക്ക് സാത്താൻ നമ്മളെ ബന്ധനത്തിലാക്കി. ആ ബന്ധനത്തിൽ നിന്ന് നമുക്ക് പുറമേ നിന്നുള്ളൊരു ശക്തി വരണം നമ്മളെ മോചിപ്പിക്കാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കിവിടെ വരിക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ നീതിമാന്മാരാണെന്നുള്ള ഭാവമാണ് നമുക്കില്ലേ. അത് മാറിയിട്ട് അല്ല, ആരെങ്കിലും എന്നിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ അവൻ നുണ പറയുകയാണെന്നാ പറയുന്നത്. അതായത് നമ്മള് പാപം ചെയ്താലും ചെയ്തില്ലേലും പാപാവസ്ഥയിലാണെന്നുള്ള ഒരു തിരിച്ചറിവ്. അവിടുന്ന് ശരിക്കും നമ്മൾ ആ പാപാവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം നേടണം. അതല്ലേ റോബർട്ടുള്ള എഴുത്തിലെ കാര്യം പറഞ്ഞില്ലേ, ആരെന്നെ രക്ഷിക്കും, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും എന്നുള്ളൊരു കരച്ചിലാണ്. പക്ഷെ അവിടെ തന്നെ അതിനുള്ള പ്രത്യാശയുള്ളത് അടുത്ത ആഴ്ച നമ്മൾ കാണും. അപ്പൊ ഈ ഒരാഴ്ചയില് നമ്മളെല്ലാരും അവസരം കിട്ടിയാൽ വീഴാൻ നമ്മളെ കൊണ്ട് എല്ലാം കൊള്ളാം. നമ്മൾ വീഴുന്നില്ല നിൽക്കുന്നെന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ വീണില്ല എന്നതുകൊണ്ട് നമ്മള് സ്വതന്ത്രരല്ല, വീഴാനുള്ള സാധ്യത നമുക്കുണ്ട്. നമ്മളെല്ലാവരും പാപാവസ്ഥയിലാണ്. ഈ പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പുറമേ നിന്നുള്ളൊരു ശക്തി നമുക്ക് കിട്ടണം, പുറമേ നിന്നാരണ്ട് വരണം എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ ദൈവം നയിക്കുന്നത്. നമുക്ക് നന്ദി പറയാം. ദൈവമേ, ഈ ഒരു തിരിച്ചറിവ് വരാനായിട്ട് അവസരം തന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് സ്തുതി. അപ്പം
നമുക്ക് ഈ ആഴ്ച മുഴുവനും അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, ഒരാഗ്രഹം, ഒരു പ്രാർത്ഥന. ആരെന്നെ രക്ഷിക്കും? രക്ഷയുണ്ട്. അത് നമുക്കറിയാം. നമ്മളൊക്കെ മാമോദീസ മുങ്ങിയവരായതുകൊണ്ടും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാ. എന്നാലും ഇതൊക്കെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാകാനുള്ള ഒരു അവസരമാണ് ഈ ഒരു കോഴ്സ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. അപ്പം നമ്മള് മാമോദീസ മുങ്ങിയപ്പോ തന്നെ നമ്മളതിൽ നിന്ന് മോചിതരാണ്. പക്ഷെ എന്നാലും ഓൾറെഡി നോട്ട് യെറ്റ്. നമ്മൾ എത്രമാത്രം ബോധപൂർവം നമ്മുടെ നിന്നുള്ള സഹകരണത്തോടെ മുമ്പോട്ട് പോകുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മോചിക്കപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവൊക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാ നമുക്ക് സഹായം വേണം, സഹായകനെ വേണം, സഹായകനെ തരാൻ പറ്റിയ ആള് വേണം എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് വരിക. അപ്പോൾ ഈ ഒരു ഘട്ടത്തില് നമ്മളൊക്കെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് സിൻ, ഒരു പാപം നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളെല്ലാരും പാപികളാണ്. മനുഷ്യവംശം മുഴുവനും അറിയില്ല, യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. ഈ ശക്തി വലയത്തിൽ നിന്ന് 1, 2, 3, 10 പേര് ഇങ്ങനൊന്ന് രക്ഷപ്പെട്ടാലും ആ പാപത്തിന്റെ സ്വാധീനം നമുക്ക് ചുറ്റും അങ്ങനെ വളരെ ശക്തമായി കിടക്കുന്നത് കൊണ്ട് നമ്മള് ഈ ദൈവരാജ്യം, ദൈവത്തിന്റെ ഭരണം ഇവിടെ വന്നാലേ ഇതിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ പരിശ്രമിച്ചാലേ ദൈവത്തിന്റെ ശക്തിയോടുകൂടിയേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല പാപികളാകുന്നത്. അറിയില്ലേ, മാങ്ങ കായ്ച്ചാലും കായ്ച്ചില്ലേലും മാവല്ലേ, തേങ്ങ കായ്ച്ചാലും കായ്ച്ചില്ലേലും തെങ്ങാണല്ലോ. അപ്പോൾ അതപ്പതിച്ച മനുഷ്യൻ നമ്മൾ പാപം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ പാപാവസ്ഥയിലാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു വിമോചനത്തിലേക്ക് വരേണ്ടതുണ്ട്. ഞാനും അതിനകത്ത് പെട്ടുകിടക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ ആഴത്തിൽ വരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലളിതമായ ഭാഷയിലൂടെ നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥയെ തിരിച്ചറിയാൻ സഹായിച്ച ആലിസ് കുട്ടി ആന്റിക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ആന്റി പറഞ്ഞു തന്നതുപോലെ ഈ ആഴ്ചകളിൽ നമ്മുടെ പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞ് ദൈവവുമായി കൂടുതൽ അടുക്കാൻ നമുക്ക് ശ്രമിക്കാം. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. സ്നേഹം നിറഞ്ഞവരെ, ദൈവ നിയോഗമെന്നോണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ഹിതമെന്നോണം നമ്മളെല്ലാവരും ഇനി ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടി സുവിശേഷ സത്യങ്ങളെക്കുറിച്ച് അറിയുകയും കുറെ കൂടി ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഇറങ്ങുവാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവ ചൈതന്യം നിറഞ്ഞു നിൽക്കുവാനായിട്ട്, സുവിശേഷ ചൈതന്യം നിറഞ്ഞു നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തീഷ്ണതയോടുകൂടെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇതിനകം നമ്മൾ കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു കുറവ് മാത്രമാണ് നമുക്കൊക്കെ ഉള്ളത്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം നാം തിരിച്ചറിയണമെന്നും ആ തിരിച്ചറിവിലൂടെ ദൈവത്തിന് നന്ദി പറയണമെന്നും ആ നന്ദി അർപ്പിക്കേണ്ടത്, നന്ദി പറയേണ്ടത്, നന്ദി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ആ നന്ദി നാം പ്രകടിപ്പിക്കേണ്ടതെന്നുമുള്ള വലിയ തിരിച്ചറിവാണ് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം ഒന്നുമല്ലാത്ത നമ്മളെയൊക്കെ ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ശുശ്രൂഷകളിൽ നമ്മളെ അവിടെ നിന്ന് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുക ഒരു പ്രേക്ഷിതനായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പ്രേക്ഷിതയായിരിക്കുക എന്നുള്ളതാണ്.
വിശ്വാസത്തോടെ നാം സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നെറുകയിൽ വീണ ആ പരിശുദ്ധ ജലത്തിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു പ്രേക്ഷിതരായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷിതയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മളത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെയും ഈ ഒരു സുവിശേഷ സത്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലാക്കുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് അല്ല, മറിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ നന്മ, വലിയ ശുശ്രൂഷ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ്. വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടം കൊണ്ട് പോലും സുവിശേഷമാകാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു പ്രവർത്തികളിലൂടെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലൂടെ വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അതൊക്കെയാണല്ലോ. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ, വലിയ മാനസാന്തരത്തിലേക്ക് അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട്, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് കഴിഞ്ഞത് വളരെ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മളെയും ഓരോരുത്തരെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുക ഇത്തരത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുവാനായിട്ടാണ്. ഞാൻ ഇന്ന് ഈ ഒരു വൈദികനായിട്ട് 26 വർഷങ്ങൾ പിന്നിടുമ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനവധിയായ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർക്കുവാനായിട്ട് പോയാൽ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് എപ്പോഴും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സിൽ ആ ഒരു ഇത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. വലിയ കഴിവുകളോ അറിവോ ഒന്നും ഒരുപക്ഷെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പോലും ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്നു. അത് അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഉള്ള ഒരുപാട് അവസരങ്ങൾ, വേദി ഒക്കെ നമുക്ക് ദൈവം തരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനായിട്ടുള്ള എൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ച പ്രത്യേകിച്ച് ഈ ഒരു കെറിഗ്മ കോഴ്സ് കൂടാനായിട്ട് കഴിഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് എന്നിലൂടെ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ചിലപ്പോൾ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ചറിയാൻ, ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. നിരവധി അപകടങ്ങളിൽ നിന്ന്, നിരവധി പ്രലോഭനങ്ങളിൽ നിന്ന് ദൈവം എന്നെ കാത്തുപരിപാലിച്ചു എന്നുള്ള ആ ഒരു ഉത്തമമായ ബോധ്യം എനിക്ക് പലപ്പോഴും വരാറുണ്ട്. അപ്പോ ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന എല്ലായിടങ്ങളിലും നമുക്ക് സാധിക്കും. ഏതൊരു വേദിയിൽ ചെന്ന് നിൽക്കുമ്പോഴും ഈ ഒരു കെറിഗ്മ എന്ന കോഴ്സ് കൂടിയത് വഴിയായിട്ട് തന്നെ എനിക്ക് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനായിട്ടും ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു, നമ്മുടെ കുറവുകളൊന്നും നോക്കാതെ, വ്യവസ്ഥകളൊന്നും കൂടാതെ ദൈവം നമ്മളെയൊക്കെ സ്നേഹിക്കുന്നു എന്നുള്ള ആ സത്യം തുറന്ന് പ്രഘോഷിക്കുവാനായിട്ട് എപ്പോഴും എനിക്ക് ആത്മാവിന്റെ പ്രേരണ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരു സാക്ഷ്യം ആയിട്ട് ഇത് നിങ്ങളുടെ മുൻപിൽ, ഒരുപക്ഷെ ഈ കോഴ്സ് ആദ്യമായിട്ട് കൂടുന്നവര് ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ട്, നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്, ഒരു ആയിരിക്കുമ്പോൾ പോലും വളരെയേറെ പഠനങ്ങൾക്കൊക്കെ ശേഷം ഒരു വൈദികനായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് കുറവുകളും പോരായ്മകളും എന്നിലുണ്ടെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുമ്പോഴും ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹത്തോടെയാണ് നമ്മളെ പരിപാലിക്കുകയും കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഞാൻ സാക്ഷ്യമായിട്ട് എനിക്ക് പറയാനായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. അപ്പോ വൈദികരാണെന്ന് കരുതിയിട്ട് എല്ലാം അറിയാമെന്നുള്ള ഒരു ചിന്ത അൽമായരായിട്ടുള്ള നിങ്ങളുടെ ഇടയിൽ വേണ്ട. തീർച്ചയായിട്ടും കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് വൈദികരും. അപ്പോ എന്നാൽ പോലും ദൈവത്തിന്റെ സ്നേഹം നമ്മളെ എല്ലാം നയിക്കുന്നു, നമ്മളെ ഈ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമ്മളെ ഒക്കെ ഒരു പ്രാപ്തമാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഒരു ശുശ്രൂഷയിൽ നമ്മളെ എല്ലാവരെയും നയിക്കുന്നതിന്, നമ്മളെല്ലാവരെയും കൊണ്ടു നടക്കുന്നതിന്, നമുക്ക് ഈ നിത്യസത്യങ്ങളെ കുറിച്ച്, ഈ
നിത്യ സുവിശേഷത്തെ കുറിച്ച്, ഈ സുവിശേഷ സത്യങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്കും നല്ല പ്രേക്ഷിതരായിട്ട് നമുക്ക് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സാക്ഷ്യം വഹിക്കുന്നവരാകുവാനായിട്ട് 2 or 3 പേർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഇടത്തൊക്കെ ഈ സ്നേഹ സന്ദേശം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപാവരം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ പിതാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ആത്മീയമായിട്ടും അതുപോലെ തന്നെ വളരെയേറെ അനുഗ്രഹീതമായ സാന്നിധ്യമാണ് നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ ഈ കൂട്ടായ്മയിലുള്ളത്. അതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും ഒരു നല്ല ദിനവും ഇനിയും മുന്നോട്ട് ഈ സുവിശേഷ സത്യങ്ങളെ നന്നായിട്ട് ഗ്രഹിക്കുവാനായിട്ടുള്ള കൃപാവരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി. നന്ദി അച്ഛ. അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്കും മിസ്സിയോ കുടുംബത്തോടുമുള്ള കരുതലിന് ഒത്തിരി നന്ദി. ആത്മീയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി നമ്മുടെ അഭിവന്ദ്യ പിതാവും ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ ഇത്രയും പേരെ ഈ സൂം മീറ്റിങ്ങിലൂടെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഞാനിപ്പോൾ നാട്ടിലാണ്. ഇവിടെ സിനഡ് ആയിരുന്നു. ഇന്ന് 6 മണിക്കാണ് സിനഡ് തീർന്നത്. അവിടുന്ന് എനിക്ക് ഇവിടെ കുമരകം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുകയാണ്. അവിടെ യാത്രയിലായിരുന്നത് കൊണ്ടാണ് എനിക്ക് അതിൽ കയറാനായിട്ട് പ്രയാസമുണ്ടായത്. എൻ്റെ നെറ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഞാനിപ്പോ ഒരു സഹോദരന്റെ സഹായത്തോടെ ഇപ്പോൾ ഞാൻ ആ നെറ്റ് വർക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരുപാട് പുതിയ പ്രതിജ്ഞകളും ഒരുപിടി പുതിയ ആശകളും പുതിയ പ്രതീക്ഷകളും പുതിയ സങ്കല്പങ്ങളും ഒക്കെ നമ്മളെ പിന്നാലെ കൂടിയിട്ടുണ്ടാകാം. ഈ വർഷം കുറെ കൂടി മെച്ചമായിട്ട് ഞാൻ ചെയ്യും, പ്രവർത്തിക്കും എന്നൊക്കെയുള്ള ഒരുപാട് പ്രതിജ്ഞകള് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് എല്ലാ പ്രതിജ്ഞകളും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് ഒരുപാട് അസാധ്യമായ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതിജ്ഞ എടുക്കരുത്. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. അപ്പൊ അതില് നമ്മളെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നമ്മളത് തിരഞ്ഞെടുക്കുവാനായിട്ട്. നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒന്നാണ് വചനം. എല്ലാ ദിവസവും വായിക്കും. ആ വചന പ്രഘോഷണം ഞാൻ ശ്രവിക്കും. അപ്പൊ ആ വചനത്തിലൂടെ എന്നിലേക്ക് വരുന്ന ദൈവാത്മാവിനെ ഞാൻ സ്വാഗതം ചെയ്യും എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് വേറെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അല്ല എന്തെല്ലാം മുടങ്ങിയാലും വചനം ശ്രവിക്കുവാനും വചനത്തില് ആഴപ്പെടുവാനുമുള്ള ഒരു അവസരം ഈ ഒരു പുതിയ വർഷം നമുക്ക് നൽകുകയാണ്. ഈ ദിവസങ്ങളിലെ കുർബാന മധ്യേ വായിച്ച സുവിശേഷങ്ങൾ അധികവും വിശുദ്ധ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ വായനകളോ ആയിരുന്നു. യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് യേശുവിന് വഴിയൊരുക്കുവാനായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത് അയച്ച ഒരു ശക്തനായ ഒരു പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനെ കുറിച്ച് വിശുദ്ധ സുവിശേഷങ്ങൾ തന്നെ പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ശക്തനായവൻ അല്ലെങ്കിൽ ഏറ്റവും വലിയവൻ എന്നാണ് യോഹന്നാനെ കുറിച്ച് സുവിശേഷം നമ്മോട് സാക്ഷിക്കുന്നത്. വലിയവൻ എന്ന് പറഞ്ഞാൽ അത് വലിപ്പത്തിലല്ല, പിന്നെയോ അതിന്റെ ദൈവികമായ അവനിലുള്ള ആത്മാവിന്റെ പ്രേരണ അല്ലെങ്കിൽ ആത്മാവിന്റെ ഒരു അഭിഷേകം, അതാണ് അവനെ വലിയവനാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു താപസ ജീവിതത്തിലേക്കാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ താപസ ജീവിതത്തിന്റെ ഒരു ഉടമയായിട്ടാണ് അവൻ വെട്ടുകിളികളും കാട്ടുതേനും ഒക്കെ കഴിച്ച് അവൻ ഇങ്ങനെ വളരെ നൊയമ്പെടുത്ത് കഴിഞ്ഞു പോയിരുന്ന ഒരു ആളായിരുന്നു. കാരണം ആൾക്കുടെ ഉത്തരവാദിത്വം വലുതായിരുന്നു.
ദൈവം ഭരമേൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. രക്ഷകനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക യോഹന്നാന്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതിനാണ് ദൈവം യോഹന്നാനെ ഒരുക്കി കൊണ്ടുവന്നത്, തയ്യാറാക്കി കൊണ്ടുവന്നത്. അങ്ങനെ യോഹന്നാന്റെ ആ ഉത്തരവാദിത്തത്തിലേക്ക് ക്രമേണ പ്രവേശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ മണവാളൻ കൂടെ ഉള്ളവന് ഒന്നും പേടിക്കേണ്ട എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്. അപ്പോ മണവാളൻ കൂടെയുള്ളവൻ മണവാളൻ പറയുന്നത് കേൾക്കുകയും അവന്റെ സ്വരത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാണ് യോഹന്നാനെ കുറിച്ച് സുവിശേഷകൻ പറയുന്നത്. മണവാളന്റെ സ്വരത്തിൽ അവൻ സന്തോഷിക്കുന്നു എന്നുള്ളത്. ഇപ്പോ ദൈവത്തിന്റെ വചനമാണ് ഈ സന്തോഷത്തിന്റെ കാരണം. അപ്പൊ അവനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ. ജനനത്തിൽ തന്നെ അവന് ആ പേര് നൽകപ്പെട്ടു. അന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് അവൻ വലിയവനായിരിക്കും, അവൻ രക്ഷകന് മുന്നോടിയായിട്ട് മുന്നേ പോകും എന്ന് പറഞ്ഞ കുറെ അവനെ കുറിച്ചുള്ള വിശേഷണങ്ങള്, ഹൗ ഹി ഈസ് ഗോയിങ് ടു ഫുൾഫിൽ ദിസ് മിഷൻ എന്നുള്ളത് പറയുണ്ടായി. അപ്പൊ അവനെ നേരിട്ടത്, അവനെ കാത്തിരുന്നത് ഒരു വലിയ മരണമാണ്. അവന് രക്തസാക്ഷിത്വത്തിലേക്കാണ് അവന് പോകേണ്ടി വന്നത്. ആ ഹെറോദേസ് രാജാവിന്റെ ക്രൂരതകൾക്ക് അവൻ വിധേയനാവുകയും അവൻ അതിന് വിധേയപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവനെ അവന് നഷ്ടപ്പെടുത്തി കൊടുത്തുകൊണ്ടി വന്നു. അപ്പൊ അതിലൊന്നും അവന് യാതൊരു പരിഭവവും ഇല്ലായിരുന്നു. ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്, സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം അവനുണ്ടായിരുന്നത് കൊണ്ട് മരിക്കാൻ അവൻ സന്നദ്ധനായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതം ഒരു രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളിയാണ്. അതിപ്പോ തലവെട്ടി തന്നെ എല്ലാവരും മരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ നമുക്ക് വേണ്ട ഈ രക്തസാക്ഷിത്വത്തിന്റെ അവസരങ്ങള് നമുക്ക് ഉണ്ട്. ചിലപ്പോ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളാകാം, നമ്മൾക്ക് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴുണ്ടായ നമ്മുടെ മനോവിഷമങ്ങളാകാം. പിന്നെ ഏതെല്ലാം വിധത്തിൽ വേണമെങ്കിലും നമുക്ക് പീഡനങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് സുവിശേഷം നമ്മോട് പറയുകയാണ്. ഇപ്പൊ സ്നാപക യോഹന്നാൻ നമ്മുടെയൊക്കെ ഒരു മാതൃകയാണ്. നമ്മളെ പോലെ ഒരു വീട്ടില് ജനിച്ചു വളർന്ന് മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ച് കർത്താവിന്റെ വഴി ഒരുക്കുവാനായിട്ട് സധൈര്യം മുന്നോട്ട് വന്ന ഒരു മഹൽ വ്യക്തിയാണ്. അപ്പൊ അത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു നല്ല മാതൃകയാണ് സ്നാപക യോഹന്നാനില് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് എ ക്രിസ്ത്യൻ. നമ്മളെല്ലാവരും അപ്രകാരമുള്ള ഒരു ജീവിതാവസ്ഥയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പൂരിച്ച പാതയിലൂടെ നടക്കുവാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ സങ്കീർണതകളോടുകൂടി ജീവിതത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈ ധനഹ കാലം എന്നാണ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തില് കർത്താവിന്റെ പ്രത്യക്ഷീകരണം, ആരാണ് യേശു ക്രിസ്തു, ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ഒരുപാട് പേര് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആട്ടിടയന്മാര്, പൂജരാജാക്കന്മാര്, മാലാഖമാര്, അങ്ങനെ തുടങ്ങി ശെമയോൻ, അന്ന എന്ന് തുടങ്ങി കുറെ പേര് ഈ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ശെമയോൻ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുകയുണ്ടായി, സർവ്വലോകത്തിനും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നുള്ള സംതൃപ്തി. അപ്പൊ ഈശോയെ ലോകരക്ഷകനെ കണ്ടതിലുള്ള സന്തോഷത്തിലാണ് ശെമയോൻ അവിടെ കാണുന്നത്. അപ്പൊ അതുപോലെ ഇന്നും കർത്താവ് നമ്മൾക്ക് തന്നെ വെളിപ്പെടുത്തി തരികയാണ്. കൂദാശകളിലൂടെ, കുർബാനയിലൂടെ, വേദ വാക്യങ്ങളിലൂടെ ഒക്കെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സീസണ്, ഈ കാലഘട്ടത്തെ നമ്മൾ എപ്പിഫനി, വെളിപ്പെടുത്തലിന്റെ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എപ്പിഫനി എന്നർത്ഥം വരുന്നത് ഈശോയെ ലോകത്തിന് വെളിവാക്കി കൊടുത്ത ഒരു അവസരമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വെളിവാക്കി തരുന്ന ഈശോയെ കണ്ടെത്താനും ഈശോയോടൊപ്പം ആയിരിക്കുവാനും ഈശോയോട് നമ്മുടെ കാര്യങ്ങൾ ഉണർത്തിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഞാനൊരു ആശീർവാദം തരാം. കർത്താവ് ഈശോയെ, അവിടുന്ന് കാലിത്തൊഴുത്തില് ഒരു കുഞ്ഞായി ജനിക്കുകയും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി
ഞങ്ങളിൽ ഒരുവനായി അവിടുന്ന് വളരുകയും ചെയ്തു. അവിടുന്ന് 40-ാം ദിവസം മാതാവ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുകയും മാതാവിനോട് ശമയോൻ അരുളി ചെയ്ത വാക്കുകൾ വളരെ വേദനാജനകമായിരുന്നിട്ടും മാതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അതുപോലെ മാതാവ് മറ്റ് ശിഷ്യന്മാര് ഈശോയെ സ്നേഹിച്ച സ്നാപകയോഹന്നാന്റെ മാതാപിതാക്കളും ഒക്കെ ഈ വേദനയിലൂടെ കടന്നു പോയവരാണ്. അപ്പോൾ നമുക്ക് വേദനയുണ്ടെങ്കിലും ഈശോയുടെ സാന്നിധ്യം നമുക്ക് വളരെ ആശ്വാസകരമായിരിക്കും. അതിന് നമ്മളെല്ലാവരെയും കർത്താവ് സജ്ജമാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. വിശുദ്ധ യോഹന്നാൻ മൗദാനയെ പോലെ ധീരതയോടുകൂടി ദൈവവചനം പഠിക്കുവാനും വായിക്കുവാനും പ്രഘോഷിക്കുവാനും ഇവർക്ക് ഏവർക്കും സാധിക്കട്ടെ. ഇവർക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോട് കൂടെ ആയിരുന്നു കൊണ്ട് വളരെ മനോഹരമായ മെസ്സേജുകൾ നൽകുകയും നമ്മെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പിതാവിന് മിശിയോ കുടുംബത്തിന്റെ നന്ദിയുടെയും സ്നേഹത്തിന്റെയും പൂച്ചെണ്ടുകൾ നൽകുന്നു. ഇന്ന് നാം കേട്ട ഓരോ വചനവും ആഴത്തിൽ ധ്യാനിച്ച് മറ്റുള്ളവരുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ സെഷൻ വളരെ അനുഗ്രഹപൂർണമാകാൻ നമ്മെ സഹായിച്ച ദൈവത്തിനും ഈ പ്രോഗ്രാം നമുക്കായി തയ്യാറാക്കിയ എല്ലാ സഹകാരികൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി പാടി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്ക് സമാപിപ്പിക്കാം. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ.